നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നവരാത്രി ദിന ആശംസകൾ. ഞാനിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായ ഒരു കോഫിയാണ് തയ്യാറാക്കുന്നത്. ജമൈക്കൻ ഐസ് കോഫി. അതിനായി നമുക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്, വെള്ളം 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, ഏലക്കപ്പൊടി, കറുവപ്പട്ട പൊടി, വാനില എസൻസ്, ഐസ് പൊടിച്ചത്, ഹെവി ക്രീം. ഇനി ഇതിൻ്റെ അളവൊക്കെ പറയുകയാണെങ്കിൽ ഹെവി ക്രീം 3 ടേബിൾ സ്പൂണോളം നമുക്ക് ആവശ്യം വരും. അമുലിൻ്റെ ഹെവി ക്രീമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് വാങ്ങാം. ചിലപ്പോൾ 2 ടേബിൾ സ്പൂണേ നമുക്ക് ആവശ്യം വരുള്ളൂ. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പഞ്ചസാര പൊടിച്ചത് 2.5 കപ്പ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 ടേബിൾ സ്പൂൺ. ഞാൻ നെസ്കഫേയുടെ കാപ്പിപ്പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. ഏലക്ക പൊടിച്ചത് 1/4 സ്പൂൺ, കറുവപ്പട്ട പൊടിച്ചത് 1/4 സ്പൂൺ, വാനില എസൻസ് 1/4 സ്പൂൺ, ഐസ് പൊടിച്ചത് പാകത്തിന്, വെള്ളം പാകത്തിന്. നമുക്ക് ജമൈക്കൻ ഐസ് കോഫി പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം. അതിനുവേണ്ടി നമുക്ക് കാപ്പി ഉണ്ടാക്കണം. അതിനായി ഞാൻ 1 ഗ്ലാസ് വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. വെള്ളം നിങ്ങൾക്ക് ഏത് ഗ്ലാസ്സിലാണോ കാപ്പി തയ്യാറാക്കുന്നത് അതേ ഗ്ലാസിൻ്റെ അളവ് വെള്ളം വേണം എടുക്കാൻ. അതായത് നിങ്ങൾ ഏത് ഗ്ലാസ്സിലേക്കാണോ കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ വെള്ളം ഒഴിക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കേണ്ടതുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാരയുടെ അളവ് പറയുകയാണെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കിതിലേക്ക് ഒത്തിരി മധുരം വേണമെങ്കിലാണ് ഇത് ടേസ്റ്റ്. എന്ന് വെച്ചാൽ കാപ്പിപ്പൊടി നമ്മൾ ഇതിൽ ധാരാളം ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാപ്പിപ്പൊടിയുടെ കയ്പ്പ് അറിയാതിരിക്കാനാണ് ഇതിൽ ഇത്രയ്ക്കും മധുരം ആഡ് ചെയ്യണത്. എനിക്ക് 2.5 ടേബിൾ സ്പൂൺ ആവശ്യം വന്നു. നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം മധുരം നോക്കിയിട്ട് ബാക്കി ഇട്ടാൽ മതി. പഞ്ചസാര പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഏലക്കായും പൊടിച്ചിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ കൂടെയാണ് ഏലക്കയും പഞ്ചസാരയും കൂടെ ഒരുമിച്ചാണ് ആഡ് ചെയ്തത്. നമുക്ക് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും 1/4 സ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാവുന്നതാണ്. ഞാൻ വാനില എസൻസ് ഇതിലേക്ക് ചേർക്കണില്ല. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ വാനില എസൻസ് ചേർത്താൽ വളരെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. കാപ്പി ഒന്ന് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇത് ഒത്തിരി തണുക്കണ്ട, പക്ഷേ ഒരു ചെറിയൊരു ചൂട് വേണം നമുക്ക്. അതുവരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറായാലും കുഴപ്പമില്ല, പക്ഷേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണം. ഇതിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മേടിക്കുന്ന സമയത്ത് കുറച്ച് ഉപയോഗിച്ചാൽ അത് പെട്ടെന്ന് തന്നെ കട്ടയായി പോകും. ഞാൻ നെസ്കഫേയുടെ മുന്നേ വാങ്ങിച്ചിരുന്നതാണ്. അത് ഇതേപോലെ കൊണ്ടു തന്നെ കട്ടയായിട്ടുണ്ട്. ഇതിന് ഞാൻ ഇന്നാളൊരു വീഡിയോ കണ്ടിരുന്നു. അതിലവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു കവർ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു കഴിഞ്ഞാൽ ഇതിൽ എയർ കിടക്കില്ല, അന്നേരം ഇത് കട്ടയാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതേപോലെ ട്രൈ ചെയ്തിട്ട് എനിക്കിപ്പോൾ ഇതുവരെ കട്ടയായിട്ടില്ല. ഞാനപ്പോൾ അത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാണ്. നമ്മുടെ കാപ്പി പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസ് കാപ്പിയായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യാനുസരണം ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 ഗ്ലാസ് ഐസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ചൂടുള്ള കാപ്പി ഞാൻ ഒരു 3/4 ഭാഗത്തോളം ആഡ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കണം. ക്രീം ഇടുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം, മെല്ലെ ഇടണം, അല്ലെങ്കിൽ അത് ഗ്ലാസിൻ്റെ അടിയിൽ പോകും. അന്നേരം ഇത് കാപ്പിയിലൊക്കെ പരന്നിട്ട് അതിൻ്റെ ആ ഭംഗി നഷ്ടപ്പെടും. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ 2 സ്റ്റെപ്പായിട്ട് ഇരിക്കണം. അത്
സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുടിക്കുന്ന ആളായിരിക്കണം ഇത് ഇളക്കി കുടിക്കേണ്ടത്, എങ്കിലാണ് അതിൻ്റെ ഭംഗി നിലനിർത്താൻ നമുക്ക് സാധിക്കുള്ളൂ. ഞാനിത് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ സക്സസ് ആയി ചെയ്യാൻ സാധിച്ചത്. പലപ്പോഴും എനിക്ക് ഇടുന്ന സമയത്ത് ക്രീം അടിയിലേക്ക് പോയിട്ട് ഇതാകെ കലങ്ങി അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഈ ഐസ് കോഫി കുടിക്കാനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാനിപ്പോൾ കലക്കണില്ല, കാരണം എനിക്ക് 1-2 ഫോട്ടോസ് എടുക്കാനുണ്ട്. നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്യണേ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് ആരെങ്കിലും വന്നാൽ തന്നെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി സെർവ് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. നമ്മൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇനി ഇതിന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഇത് വെക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ജമൈക്ക ഐസ് കോഫി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.